മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശ്രീകൃഷ്ണൻ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന തൻ്റെ ഭഗവത്ഗീത ഉപദേശ പ്രക്രിയയിൽ അർജുനനുമായിട്ട് വളരെയേറെ കാലത്തെ ബന്ധമുണ്ട്. കൃഷ്ണന് നല്ല സുഹൃത്തുക്കളായിരുന്നു. പാണ്ഡവരിൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ രക്തബന്ധവും സുഹൃത്ത് ബന്ധവും ശ്രീകൃഷ്ണൻ അർജുനനോടുണ്ട്. പക്ഷെ ആ അർജുനനോട് ഇത്രയും ബന്ധമുണ്ടായിട്ടും ഈ കുരുക്ഷേത്ര ഭൂമിയിൽ മാനസികമോ ശാരീരികമോ സാമൂഹികമോ സാംസ്കാരികമോ ആയിക്കൊള്ളട്ടെ, ആ യുദ്ധക്ഷേത്രത്തിൽ ഏറ്റവും സംഘർഷപൂരിതമായ മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുത്തത്. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്, ക്രൈസിസിന്റെ ക്ലൈമാക്സിലാണ് ഉപദേശിച്ചത്. അല്ലെങ്കിൽ നേരത്തെ ഉപദേശിക്കാമായിരുന്നു ഇതുമാതിരിയുള്ള കാര്യങ്ങൾ. ഇനി ഉപദേശിച്ചതിൽ ആദ്യം വിവരിച്ചു കൊടുത്തത് ജ്ഞാനയോഗമാണ്, അറിവാണ്. അറിവ്, പാരമാർത്ഥികമായിട്ടുള്ള അറിവ്, വ്യാവഹാരികമായിട്ടുള്ള അറിവ്, അബ്സൊല്യൂട്ട് നോളജ് ആൻഡ് റിലേറ്റീവ് നോളജ്. അപ്പൊ ഇത് വിവരിച്ചു കൊടുത്ത് പിന്നെ കർമ്മത്തെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു. ഓർമ്മിക്കുക, നിൽക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്. യുദ്ധത്തെക്കുറിച്ചാണ് വിവരിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അതല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ആ യുദ്ധത്തിലെ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്തിട്ട് ആ കർമ്മം, യുദ്ധം ചെയ്ത് വിജയം നേടുക എന്നുള്ള കർമ്മം എങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വിവരിക്കേണ്ടിയിരുന്നത്. പക്ഷെ തുടങ്ങിയത് അർജുനൻ പറയുന്നത് മുഴുവനും കൃഷ്ണൻ കേട്ടു. നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഏറ്റവും വലിയൊരു ഉപദേശമാണ്. വസ്തുതാപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് സിറ്റുവേഷന് അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ആ സമയത്ത് ധന്യമാണെങ്കിൽ, യൂസ്ഫുൾ പർപ്പസ്ഫുൾ ആണെങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള വ്യക്തി പറയുന്നത് മുഴുവനും കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. പലപ്പോഴും ഞാൻ മുഴുവനും കേൾക്കാറില്ല. അതിനൊരു കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു കാരണവശാലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ശ്രദ്ധയോടുകൂടി ഹിന്ദു ധർമ്മപ്രകാരം ജീവിക്കുന്നു എന്ന് അറിയിക്കാനോ അല്ലെങ്കിൽ വളരെ സിമ്പിൾ കാര്യങ്ങൾ തന്നെത്താനെ ചിന്തിച്ച് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം ഫോൺ നമ്പർ കയ്യിലുള്ളത് കൊണ്ട് വിളിക്കുകയോ ചെയ്യുമ്പോഴാണ് കേൾക്കാതിരിക്കുന്നത്. ഇവിടെ അർജുനന്റെ എക്സ്പ്ലനേഷൻ നോക്കിയാൽ ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അർജുനൻ തന്റെ ക്രൈസിസ്, മാനസികമായിട്ടുള്ള കാര്യങ്ങള്, മാനസികമായിട്ടുള്ള ക്രൈസിസ്, ശാരീരികമായിട്ടുള്ള ക്രൈസിസ്, ഫാമിലി റിലേറ്റീവ്സ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രൈസിസ്, സൊസൈറ്റി നമ്മളെക്കുറിച്ച് എന്ത് പറയുമെന്ന ക്രൈസിസ്, നമ്മുടെ രാഷ്ട്രത്തിലുള്ളവർ എന്ത് പറയുമെന്നുള്ള ക്രൈസിസ്, അധികാരത്തിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്, സ്വന്തം ആൾക്കാരെ നശിപ്പിച്ച്, പിന്നെ പുറത്തുള്ളവര്, ലോക ജനത എന്ത് പറയും, നമ്മുടെ രാഷ്ട്രത്തിന് പുറത്തുള്ളവര് നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള കൺഫ്യൂഷൻ, പിന്നെ ഭാവി തലമുറ, ഭാവി ലോകം ഇതെങ്ങനെ വിലയിരുത്തും, ഇങ്ങനെയുള്ള അനവധി ക്രിട്ടിക്കൽ രീതിയിലുള്ള അനാലിസിസ് ആണ് അർജുനനെ തളർത്തിയത്. അപ്പൊ ജസ്റ്റ് ഒരു വരിയിലൂടെ ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല.
അഥവാ ഒരു വരിയിലൂടെ കൊടുത്താലും ആ കൊടുക്കുന്നതിലെ എല്ലാ സംശയങ്ങളും തീർന്നിരിക്കണം, പിന്നീട് സംശയം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ പോയിന്റിലേക്ക് ആദ്യം പോയത്, നോളജിനെ കുറിച്ച്. ജീവിതത്തിലെ അബ്സൊല്യൂട്ട് നോളജും റിലേറ്റീവ് നോളജും, അത് ജീവാത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് നിങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ കർമ്മത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ ചെയ്യേണ്ട കർമ്മം, ഈ പ്രകൃതിയിലെ ഓരോന്നിനും ഏൽപ്പിച്ചിരിക്കുന്ന, പ്രകൃതി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, കർമ്മം, അതെല്ലാം വിവരിച്ചിട്ട് അവസാനം കൃഷ്ണൻ പറയുന്നൊരു വരിയുണ്ട്. ഇന്നത്തെ മാതാപിതാക്കള് ജീവിതത്തിൽ പകർത്താത്തതാണ് എന്ന് തോന്നാറുണ്ട്. ഞാനത് എൻ്റെ മക്കളോട് എന്നും പറയാറുള്ളതുമാണ്. അത് പറയണമെന്ന് അവരോടും നിർബന്ധിക്കാറുണ്ട്, മറ്റുള്ളവരോട് അത് പറയണമെന്ന്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ, മാനേജർ എന്ന് പറയുമ്പോൾ, ഡയറക്ടർ എന്ന് പറയുമ്പോൾ, ഒരു ഉയർന്ന പദവിയിലിരുന്ന് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ഈ ഒരു വരി, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേതശേഷേണ യഥേച്ഛസി തഥാ കുരു. ഞാൻ ഇൻഡെപ്തായിട്ടുള്ള അറിവ് നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു അർജുന. വളരെ ഡീപ്പായിട്ടുള്ളതാ പറഞ്ഞു തന്നത്. ഏതാണ്ട് 550ഓളം ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണനിൽ നിന്ന്, ബാക്കിയുള്ളത് അർജുനന്റെ സംശയങ്ങളും മറ്റുള്ളവരുടെ വിവരണങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് 700 ശ്ലോകങ്ങളിൽ 550ഓളം ശ്ലോകങ്ങള് യഥാർത്ഥത്തില് കൃഷ്ണന്റെ ഉപദേശമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിതേ ജ്ഞാനമാഖ്യാതം, ജ്ഞാനം തേ ആഖ്യാതം, നിനക്കായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഗുഹ്യാത് ഗുഹ്യതരം മയ, ഇൻഡെപ്ത് ആണ്, ഡീപ്പർ ദാൻ ദി ഡീപ്പസ്റ്റ് എന്നാണ്. ഗുഹ്യാത് ഗുഹ്യതരം, ഡീപ്പർ ദാൻ ദി ഡീപ്പസ്റ്റ് മെസ്സേജ് ഐ ഹാവ് ഓൾറെഡി ഗിവൺ ടു യു. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്രം ഹിയർ ആഫ്റ്റർ വിമൃശ്യ ഏതത് അശേഷേണ, ക്രിട്ടിക്കലി ആൻഡ് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് വാട്ട് ഐ സെഡ്, പൂർണ്ണമായിട്ടും വിമർശന ബുദ്ധിയ വിലയിരുത്തിയതിനു ശേഷം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിമർശന ബുദ്ധിയ വിലയിരുത്തിയതിനു ശേഷം, ത്വം യഥാ ഇച്ഛസി തഥാ കുരു, നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നുവോ അത് ചെയ്യുക. നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നുവോ അത് ചെയ്യുക. ഇതാണ് ഹിന്ദു ധർമ്മവും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ശ്രീകൃഷ്ണന്റെ സുഹൃത്തായിട്ടുള്ള അർജുനൻ, അർജുനന്റെ സുഹൃത്തായിട്ട് കൃഷ്ണൻ, തേരാളിയായി മുമ്പിലിരിക്കുന്ന കൃഷ്ണൻ ഗൈഡാണ്, ലീഡറാണ്, നേതൃത്വം നൽകുന്ന ആളാണ്, ഉപദേശിക്കുന്ന ആളാണ്, കൂടെ ഉണ്ടാവുന്ന ഉറപ്പ് നൽകിയ ആളാണ്. ഈ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനില് അർജുനനും പാണ്ഡവർക്കും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരേ ഒരു വ്യക്തി കൃഷ്ണനാണ്. ആ കൃഷ്ണൻ പറഞ്ഞത് ഞാൻ പറയുന്ന മാതിരി തന്നെ ചെയ്താൽ മതി, മറ്റൊരു വഴിയിലൂടെ പോകണ്ട എന്ന് പറഞ്ഞിരുന്നതിന് പകരം ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ യുക്തം മാതിരി, നിന്റെ ഇഷ്ടം മാതിരി ചെയ്യുക. ഈ ഒരു ഫ്രീഡം അതുള്ളത് കൊണ്ട് മാത്രമാണ് ഹിന്ദു ധർമ്മം ഇന്ന് നിലനിൽക്കുന്നത്. എന്നും നിലനിൽക്കുന്നതും ഇപ്പോ അസാധാരണമാം വിധത്തിൽ പ്രചരിക്കുന്നതും ഇതേ കാരണത്തിലാണ്. വാളുകൊണ്ടോ കൊലയോ ഭീഷണിയോ അല്ലെങ്കിൽ നിത്യ നരകത്തിന്റെ വികൃതമായിട്ടുള്ള വാക്കുകളോ തെമ്മാടിക്കുഴിയോ നരകത്തിലേക്കുള്ള യാത്രയോ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ഒബ്ജക്റ്റ് ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ പാപം മറ്റുള്ളവൻ ഏറ്റെടുക്കുമെന്ന് പറയുകയോ ചെയ്യുന്ന തനി വികൃതവും ബുദ്ധിക്കും യുക്തിക്കും ചേരാത്തതുമായിട്ടുള്ള സന്ദേശങ്ങളിലൂടെ മനസ്സിനകത്ത് ധന്യമായിട്ടുള്ള അറിവുകളില്ലാത്ത വ്യക്തികളെ പറ്റിക്കുന്ന ആ സമ്പ്രദായത്തിലൂടെ ശ്രീകൃഷ്ണൻ നിന്റെ പാപം ഏറ്റെടുത്തുകൊള്ളും. ശ്രീകൃഷ്ണൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകും. ശ്രീകൃഷ്ണനെ മാത്രം ആശ്രയിക്കുക. ഇങ്ങനെയുള്ള വരികളൊന്നും ശ്രീകൃഷ്ണൻ ഏകരക്ഷകൻ, ഇങ്ങനെയുള്ള വരികളൊന്നുമല്ല.
പറയാനുള്ളത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗഹനമായിട്ടുള്ള നോളജാണ്, ഒരു വിഷയമല്ല. ജ്ഞാനയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, കർമ്മസന്യാസ യോഗമുണ്ട്, പുരുഷോത്തമ യോഗമുണ്ട്, പ്രപഞ്ച പുരുഷനെ കുറിച്ച് വിവരിക്കുന്ന വിശ്വരൂപ ദർശന യോഗാധ്യായമുണ്ട്. അതുപോലെ തന്നെ ഭക്തിയോഗമുണ്ട്, ത്യാഗമുണ്ട്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, സൈക്കോളജിയുണ്ട്, സോഷ്യോളജിയുണ്ട്, ഫിസിയോളജിയുണ്ട്, ആന്ത്രപ്പോളജിയുണ്ട്, പ്യുവർ സയൻസ് ഉൾപ്പെടെയുള്ളതെല്ലാം വിവരിച്ചു കഴിഞ്ഞു. ക്രൈസിസ് മുമ്പിൽ വന്ന് നിൽക്കുന്ന വേളയിൽ എന്നിട്ട് സ്വതന്ത്രമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. ഈ ഒരു ചിന്ത ഹിന്ദുക്കളുടെ മനസ്സിൽ, സന്യാസിമാരുടെ മനസ്സിൽ, ഹിന്ദു ജനതയുടെ മനസ്സിൽ, ഹൈന്ദവ ധർമ്മം പഠിപ്പിക്കുന്നവരുടെ മനസ്സിൽ, പ്രചരിപ്പിക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടാകണം. ഹൈന്ദവ ഗ്രന്ഥങ്ങളും ഹൈന്ദവ വീക്ഷണങ്ങളും വിലയിരുത്തി അവഹേളിക്കുകയോ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ പുച്ഛിക്കുകയോ തമസ്കരിക്കുകയോ ചെയ്യുന്നവരുടെ മനസ്സിലും ഈ ഭഗവാൻ കൃഷ്ണൻ 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അർജുനന് കൊടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകണം. എങ്കിലേ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രണാമം, നമസ്കാരം.